വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ധനുമാസം തുടങ്ങിക്കഴിഞ്ഞു. ഈ ധനുമാസം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾക്ക് അവരുടെ യോഗങ്ങൾ മാറി വരുന്ന സമയമാണ്. ആ നക്ഷത്രങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഭാഗ്യം മിഴി തുറക്കുന്ന ധനുമാസമാണ് ചില നക്ഷത്രക്കാർക്ക്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നു. ജോലി ലഭിക്കുക, അതുപോലെ തന്നെ വിവാഹം നടക്കുക, മറ്റു മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുക, വീട് വയ്ക്കുക, കുട്ടികൾ ഉണ്ടാവാതിരുന്നവർക്ക് അതിനുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് പൊതുവായാണ് നക്ഷത്ര ഫലങ്ങൾ പറയുന്നത്. ഓരോ ജന്മരാശിയും ജന്മനക്ഷത്രത്തിന്റെയും സമയമൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇന്ന് പറയുവാൻ പോകുന്നത് നമ്മൾ വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ്. ധനുമാസം തുടങ്ങിയപ്പോൾ ഭാഗ്യം മിഴി തുറക്കുന്ന ധനുമാസമാണ്. ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് പോവുകയാണ്. അതുപോലെ നല്ല രീതിയിലുള്ള ഉയർച്ച, ജീവിതത്തിൽ മാറ്റങ്ങൾ, ഇതുവരെ ദുഃഖം അനുഭവിച്ചിരുന്ന പലർക്കും അവരുടെ ജീവിതത്തിലേക്ക് ധനുമാസത്തിൽ പുതിയ തൊഴിലുകൾ, പുതിയ ചുമതലകൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ, കുടുംബത്തിൽ സന്തോഷം ഒക്കെ വരികയാണ്. പഴയ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്. ബിസിനസ് പുരോഗതിക്ക് സഹായകരമായ അവസരങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് വിശാഖം നക്ഷത്രത്തിന്. പുതിയ സൗഹൃദങ്ങൾ ആരംഭിക്കും ധനുമാസത്തിൽ. യാത്രകൾ ഫലപ്രദമാകും. ആരോഗ്യം സാധാരണ നിലയിൽ തുടരും. ആത്മവിശ്വാസം വർദ്ധിച്ച് തീരുമാനങ്ങളൊക്കെ വിജയകരമാക്കും. പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്ന ധനുമാസക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ജീവിതത്തിൽ അത് തീർച്ചയായും അവരുടെ ജന്മസാഫല്യമായി മാറും. വിവാഹങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ്. അത് ഊഷ്മളമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉന്നതരുടെ സഹായം ലഭിക്കുന്ന മാസമാണ് ധനുമാസം. സാമ്പത്തിക സ്ഥിരതയും നിക്ഷേപ ലാഭവും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറി വരുന്ന സമയമാണ്. കുടുംബത്തിലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കുന്ന, ശ്രദ്ധ നേടി പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വിജയങ്ങളായിരിക്കും. അവർക്ക് ഉപരിപഠനത്തിന് ആഗ്രഹമുള്ളവർക്ക് അതും നടക്കും. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന യുവാക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ്. യാത്രകളൊക്കെ ഗുണകരമാകും. ആരോഗ്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ആഹാരങ്ങൾ, ഈ പുറത്തു പോകുമ്പോൾ കുടിക്കുന്ന വെള്ളങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ രോഗസാധ്യത ഉണ്ടാക്കും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആത്മീയ കാര്യങ്ങളൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ഓഹരി ഇടപാടുകളിൽ ലാഭം ഉണ്ടാകും. ആശയവിനിമയത്തിൽ വ്യക്തതയൊക്കെ പാലിക്കണം. പ്രവർത്തന രംഗത്ത് സ്ഥിരതയുള്ള മാസമാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഉദ്യോഗ കയറ്റവും അതുപോലെ തന്നെ ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും. കലാകാരന്മാർ, സിനിമ, സീരിയൽ, മ്യൂസിക്കൽ, അതുപോലെ തന്നെ സാങ്കേതികമായ മേഖലകളിൽ നിൽക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ നല്ല അംഗീകാരവും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക കാര്യത്തിൽ ഒരു മുൻകരുതലൊക്കെ വേണം. യാത്രകളെ പ്രചോദനം കൊണ്ട് ഉള്ള യാത്രകളൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും. അതുപോലെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഭക്തിപരമായ കാര്യങ്ങളിലേക്കൊക്കെ പോകും. ആരോഗ്യത്തിൽ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നവരൊക്കെ നല്ല ശ്രദ്ധയിലേക്ക് പോകുന്ന സമയമാണ്. അതുപോലെ ബിസിനസ് എന്ന് പറയുമ്പോൾ കുടിൽ വ്യവസായം, വീടുമായി ബന്ധപ്പെട്ടുള്ള ചില കച്ചവടങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കുടുംബശ്രീ യൂണിറ്റുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ, ഇതൊക്കെ ലാഭകരമായി പോകും. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. അതുപോലെ തൊഴിലിടത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതുപോലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. കുടുംബത്തിൽ വീട് വെക്കാതിരുന്നവർക്ക്, വീടില്ലാതിരുന്ന് ബുദ്ധിമുട്ടിയവർക്ക്, വാടകയ്ക്ക് താമസിച്ചിരുന്നവർക്ക് അതൊക്കെ മാറി വരുന്ന സമയമാണ്. ശനിദോഷങ്ങളൊക്കെ ഉള്ള വിശാഖ നക്ഷത്രക്കാരുണ്ട്. അവരതൊക്കെ നോക്കിയിട്ട് ആ ദോഷങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതുപോലെ പിതൃദോഷങ്ങളുണ്ടെങ്കിൽ അതും മാറ്റിയെടുക്കണം. ഭൂമി ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ മെച്ചപ്പെടും. എല്ലാം ശരിയാകും, എപ്പോഴെങ്കിലും ശരിയാകും എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും നടക്കില്ല. പ്രശ്നബാധിതമായ പ്രദേശങ്ങളിൽ നിൽക്കുന്നവർ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കണം. ചിലപ്പോൾ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ കാവുകളോ ഒക്കെ നിലനിരുന്ന സ്ഥലങ്ങളിൽ വീട് വെച്ചിരുന്നവർക്ക് അതിന്റെ ശാപമൊക്കെ ഉണ്ടാകും. അതുപോലെ നാഗശാപം ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് നമ്മളെല്ലാം ശരിയാകും, ആ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല നാളുകാരുമായി ബന്ധപ്പെട്ട് പലർക്കും ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിതൃസ്വത്തുക്കളിൽ താമസിക്കുന്നവർക്ക് പിതൃക്കളുടെ ദോഷങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ മാറ്റിയെടുക്കണം. അങ്ങനെ പാരമ്പര്യ സ്വത്ത് സംബന്ധിച്ച തീരുമാനമൊക്കെ അനുകൂലമാകുന്ന സമയമാണ്. ആത്മീയതയോടുള്ള താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ് പുരുഷനും സ്ത്രീക്കും. അതുപോലെ സ്ത്രീകൾക്ക് നഴ്സിംഗ് ജോലി, അതുപോലെ തന്നെ മറ്റുള്ള IT മേഖലകൾ, തയ്യല്, അങ്ങനെ തുടങ്ങി വിവിധ ബ്യൂട്ടീഷ്യന്മാരാണെങ്കിൽ അവർക്കൊക്കെ നല്ല സമയമാണ്. മനോവിഷമമൊക്കെ കുറയ്ക്കാൻ വിശ്രമം ആവശ്യമുള്ളവർ ഈ സമയത്ത് കുറച്ച് വിശ്രമമൊക്കെ എടുക്കണം. അതുപോലെ സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാവാതിരുന്നവർക്ക്, സാമ്പത്തികമായി നേട്ടമുണ്ടായിരുന്നവർക്ക് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നേതൃത്വ ഗുണങ്ങൾ തെളിയിക്കുന്ന മാസമാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. തൊഴിൽ രംഗത്ത് നല്ല അംഗീകാരമൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ പദ്ധതികളൊക്കെ തുടക്കം കുറിച്ചോളൂ. നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ 2025 ധനുമാസം. വർഷാവസാനത്തോട് തന്നെ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ സമയമൊക്കെ മാറി നിങ്ങൾക്കൊരു പെട്ടെന്ന് തന്നെ ഉന്നതിയിലേക്ക് എത്താൻ പോരുന്ന ഒരു സമയമാണ്. അതുപോലെ കുടുംബ സ്വത്തൊക്കെ ലഭിക്കും. വീട് വെക്കാനായിട്ട്
അടിസ്ഥാനമൊക്കെ കിട്ടിയിരുന്നവർക്ക് നല്ലൊരു സമയമാണ്. അതൊക്കെ നേരെ ചൊവ്വെ കൊണ്ടുപോകാനും അതുപോലെ ലോണുകളൊക്കെ അപ്രതീക്ഷിതമായി ലഭിക്കാനുള്ള സമയമാണ്. വാഹനങ്ങൾ പഴയതൊക്കെ മാറ്റി വാങ്ങാനുള്ള സമയമുണ്ട്. പുതിയ വാങ്ങാനിരിക്കുന്നവർക്ക് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഗവേഷണങ്ങളിലും പഠനത്തിലും മികച്ച പുരോഗതിയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ആത്മീയതയോടുള്ള ആകർഷണമൊക്കെ ഉണ്ടായിരിക്കണം. ബന്ധങ്ങളിൽ സൗഹാർദ്ദമൊക്കെ നിലനിർത്തുകയും വേണം. അനുയോജ്യമായ മാസമാണ്, അതുകൊണ്ട് ആഘോഷകരമായ മാസമാണ്. വർഷാവസാനം വരുമ്പോൾ സാമ്പത്തികം ഗുണമായി വരുന്നു എന്നുള്ളതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർച്ചയും നാട്ടുകാർക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ മുന്നേറ്റവും ഒക്കെ ഭയങ്കരമായി നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ വളരെ വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചില ബിസിനസ്സിൽ ഇടയ്ക്ക് ഒന്ന് മന്ദഭവിച്ചതൊക്കെ വീണ്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലാണ് വരുന്നത്. ദീർഘകാല പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ ശ്രമങ്ങൾ എപ്പോഴും വിജയകരമായി പോകുന്നൊരു സമയമായി വരും. തൊഴിൽ മേഖലയൊക്കെ ഏറ്റവും നല്ല മേഖലയിൽ നിന്നും വീണ്ടും അതിലും നല്ല മേഖലയിലേക്ക് പോകാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ആ കമ്പനിയിൽ നിന്ന് തന്നെ ഉദ്യോഗക്കയറ്റം ലഭിക്കും. അതുപോലെ തന്നെ ശമ്പള വർധനവ് ലഭിക്കും. PSC മറ്റു പ്രൈവറ്റ് മേഖലകളിൽ ജോലിക്കായി അപേക്ഷിച്ചിരുന്നവർക്ക് നല്ല സമയമാണ്. ജോലി ലഭിക്കാനുള്ള സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ കുടുംബത്തിൽ സന്തോഷം നിറയുന്ന സമയമാണ്. യാത്രകളൊക്കെ ചെയ്യണം, ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം. പാരമ്പര്യമായി നിലനിന്നിരുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ കടുംപിടുത്തമൊന്നും അരുത്. കടുംപിടുത്തമൊക്കെ മാറ്റിവെച്ചിട്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രവർത്തന രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല സമയമാണ്. അല്ലെങ്കിൽ അവരൊരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവമുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ. യാത്രകളിൽ കണ്ടുമുട്ടുന്നവരായി ബന്ധപ്പെട്ട് തന്നെ നല്ലൊരു ബന്ധത്തിൽ പോവുകയും അതുമൂലം ഉയർച്ചയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഈ തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ ചില തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ പല രീതിയിലും വിചാരിച്ചിരുന്ന പോലെ അവർ ചില സ്ഥലത്ത് ജോലിക്ക് നിൽക്കുകയായിരുന്നെങ്കിൽ സ്വന്തമായി ഇത് തുടങ്ങുവാനുള്ള അവസരമാണ് നിങ്ങൾക്ക് വരുന്നത്. മക്കളുടെ വിജയത്തിലൊക്കെ അഭിമാനം ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായി ഗുണകരമായ മാസമാണ് ധനുമാസം. ഇപ്പൊ കുടുംബത്തിലൊക്കെ നിങ്ങൾ ഒരു ഹീറോ ആയി തന്നെ നിൽക്കുന്ന ഒരു സമയമാണ്. വിശാഖ നക്ഷത്രക്കാർ പൊതുവെ നല്ല ആരോഗ്യവും അതുപോലെ തന്നെ സൗന്ദര്യവും ഉള്ളവരൊക്കെയാണ്. അവർക്ക് ആത്മീയതയുള്ള താല്പര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദേവീക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും മഹാവിഷ്ണു ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിക്കണം. കഴിവിന്റെ പരമാവധി കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പൂജകളും ഒക്കെ മുടക്കരുത്. വിളക്കെങ്കിലും കത്തിക്കണം. അതുപോലെ പിതൃദോഷങ്ങളും ശനിദോഷങ്ങളും ഒക്കെ ഉള്ളവർ അത് നോക്കി കൃത്യമായി മാറ്റിയെടുത്ത് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു മാറ്റമായിരിക്കും. നിങ്ങളുടെ ജീവിതം ഒരു കുബേര തുല്യ ജീവിതത്തിലേക്ക് നിങ്ങൾ ഉയർന്നു പോകുന്നതായിട്ട് കാണാം. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഈ ധനുമാസം മുതൽ നിങ്ങൾക്ക് അടുത്ത വർഷം ആരംഭത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഉദ്യോഗ കയറ്റം, അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ, കുടുംബ സ്വത്തുക്കൾ, സ്വർണമൊക്കെ കിട്ടാണ്ടിരുന്ന സ്വർണ്ണങ്ങൾ, പണയം വെച്ച സ്വർണ്ണങ്ങൾ എടുക്കാൻ പറ്റാതിരുന്ന സ്വർണ്ണങ്ങളൊക്കെ എടുക്കാനുള്ള പണം ലഭിക്കുക. അതുപോലെ ബാങ്ക് ലോണുകളൊക്കെ നിങ്ങൾക്ക് നേരായ രീതിയിൽ ലഭിച്ച് വീട് വെക്കുവാനും അതുപോലെ വാഹനങ്ങൾ വാങ്ങാനും ഒക്കെ ലഭിക്കുക. എല്ലാം കൊണ്ടും നല്ല സമയമാണ് വിശാഖ നക്ഷത്രക്കാർ. അത് അറിഞ്ഞു മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. ഇതൊക്കെയാണ് വിശാഖ നക്ഷത്രത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ. പിന്നെ ജന്മസംബന്ധമായി ബന്ധപ്പെട്ട് പല നക്ഷത്രക്കാരെയും പ്രത്യേകം നോക്കിയെങ്കിൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ഇത് പൊതുവായാണ് പറഞ്ഞത്. എങ്കിലും ശനിദോഷങ്ങളും പിതൃദോഷങ്ങളും ഉള്ളവരൊക്കെ മാറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷപങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. അടുത്ത ഒരു ജ്യോതിഷപങ്ക്തിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓം നമഃ ശിവായ.